ഓഫീസിലിരിക്കുമ്പോഴും ടീനയുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. തന്നിൽ നിന്നും അവൻ അകലുമെന്നൊരു പേടി. മേഡം, ദേ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കിയേ. ക്യാബിനിലേക്ക് വന്ന പെൺകുട്ടി അവൾക്ക് നേരെ ഫയൽ നീട്ടിയതും അവൾ ദേഷ്യത്തോടെ ആ ഫയൽ തട്ടിമാറ്റി. കൊണ്ടുപൊക്കോണം. മേഡം, ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ച് മനസ്സിലാക്കാൻ പോലും കഴിവില്ലാത്തവർ ഇങ്ങോട്ടേക്ക് വരണ്ട. ടീനയുടെ ഇങ്ങനെയൊരു ഭാവം ആദ്യമായിട്ട് കാണുന്നതിന്റെ പകർപ്പിലായിരുന്നു ആ കുട്ടി. എന്താ ഇവിടെ പ്രശ്നം? ജെറിയുടെ ശബ്ദം കേട്ടതും ടീന തലയൊഴിഞ്ഞുകൊണ്ട് കസേരയിലേക്കിരുന്നു. സർ, ഈ സ്റ്റേറ്റ്മെന്റ്. താൻ പൊക്കോ, ഞാൻ നോക്കിക്കോളാം. ജെറി വന്നത് ഒരു രക്ഷക്കായതുപോലെ ആ കുട്ടി അപ്പോൾ തന്നെ സ്ഥലം വിട്ടു. അവൻ ടീനയെ ഒന്ന് നോക്കി. അവൻ ഇതുവരെയും അവളെ ഇത്രയ്ക്കും ഡൗൺ ആയിട്ട് കണ്ടിട്ടില്ലെന്ന് അവൻ ഓർത്തു. ടീനൂച്ചി, അവൻ വിളിച്ചിട്ടും അവൾ തലയുയർത്തി നോക്കിയില്ല. ഷടാ, ഇങ്ങോട്ടേക്കൊന്ന് നോക്ക്, അവൻ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് പറഞ്ഞു. ഇങ്ങനെ മുഖം വീർപ്പിക്കണമെങ്കിൽ ഇച്ഛാനായിരിക്കുമല്ലോ കാരണക്കാരൻ. എന്തേ, രണ്ടാളും വഴക്കിട്ടോ? അതിന് അവൻ ആരാ? അവൻ വഴക്കിട്ട എനിക്കെന്താ? ഒരിച്ഛൻ വന്നിരിക്കുന്നു, താൻ തോന്നി. സ്വയം ഓരോന്ന് പറഞ്ഞിരിക്കുന്നവളെ ഒന്നും മനസ്സിലാകാത്ത ഭാവത്തോടെ ജെറി നോക്കി. കർത്താവേ, ടീനൂച്ചിക്ക് വട്ടായോ? വട്ട് എനിക്കല്ല, നിന്റെ ഇച്ഛായനാ. എടാ, അവൻ ഒരല്പമെങ്കിലും മനുഷ്യപ്പറ്റുണ്ടോ? ഉണ്ടെങ്കിൽ അവൻ എന്നോട് ഇങ്ങനെ കാണിക്കുമായിരുന്നോ? ഇച്ഛായൻ എന്ത് കാണിച്ചെന്നാ? ഒന്ന് തെളിച്ചു പറ ചേച്ചി. അവൻ്റെ ഈ ക്യാബിനിൽ ഞാൻ വന്നിരിക്കേണ്ട ആവശ്യം എന്താടാ? അവന് വേണ്ടിയല്ലേ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് മുഴുവൻ. എന്നിട്ട് അവനിപ്പോ അമ്മുവിനെ മതി, അവളുമായിട്ട് കറങ്ങാൻ പോയേക്കുവാ. എന്നിട്ട് ഇച്ഛൻ്റെ അമ്മൂട്ടി എന്നൊരു പ്രയോഗവും. ഇച്ഛൻ്റെ അമ്മൂട്ടി കൊള്ളാലോ അത്. പറഞ്ഞു കഴിഞ്ഞാണ് ജെറി ടീനയെ നോക്കിയത്. അവളുടെ കൂർത്ത നോട്ടം കണ്ടതും അവനൊന്ന് ഇളിച്ചു കാണിച്ചു. അപ്പൊ കുശുമ്പാണ് കാരണം? ഞാനെന്തിനു കുശുമ്പ് കാണിക്കുന്നേ? അതോ, നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരാൾ നമ്മളെ ഒഴിവാക്കി മറ്റൊരാളോട് കുറച്ച് അടുപ്പം കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരത്തിൻ്റെ പേരാണ് കുശുമ്പ്. ഈ കുശുമ്പ് ടീനൂച്ചിക്ക് ആദ്യം തോന്നിയത് എന്നോടാണ്. ഓർക്കുന്നില്ലേ, ഇച്ചായൻ്റെ കൂടെ ആദ്യമായി ഞാൻ ആ വീട്ടിലേക്ക് വന്നത്? അന്നത്തെ ആ ഭാവം തന്നെയാണ് ചേച്ചിയുടെ ഇപ്പോഴത്തെയും. എന്നോട് കലിപ്പ് കാണിച്ചതുപോലെ അമ്മുവിനോടും അംഗം കുറിക്കാനാണോ ഉദ്ദേശം? പോടാ, അമ്മ ഒരു പാവമാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ അവനുണ്ടല്ലോ ആ താന്തോന്നി, അവൻ ഒടുക്കത്തെ അഹങ്കാരാണ്. എന്തൊരു ജാടയായിരുന്നു ഇന്ന് അവന്. ചേച്ചി തന്നെയല്ലേ ഇച്ചായനെ വഷളാക്കിയത്? കളിയായി അവൻ പറഞ്ഞതും അവൾ കണ്ണു ചിമ്മിയൊന്ന് ചിരിച്ചു. ആ ചിരിയിലുണ്ടായിരുന്നു ആൽബിയോടുള്ള സ്നേഹം, അവൾക്ക് മാത്രം അവകാശപ്പെട്ട കുശുമ്പ് നിറഞ്ഞ സ്നേഹം. മൊബൈൽ വാങ്ങി അവർ നേരെ പോയത് ബാങ്കിലേക്കാണ്. അവിടെയും ആൽബിക്ക് പരിചയക്കാരുണ്ടെന്ന് ഇപ്പോൾ അമ്മുവിനൊരു അത്ഭുതമല്ല. റിസപ്ഷനിൽ ചെന്ന് അവൻ എന്തോ പറയുന്നതിനും തിരികെ ഒരു ഫോമുമായിട്ട് വരുന്നതും നോക്കി അമ്മു അവിടെ ഇരുന്നു. വേഗം ഇതൊന്ന് ഫില്ല് ചെയ്യ്. ഞാനോ? നിനക്ക് അക്കൗണ്ട് എടുക്കാൻ നീ തന്നെ ഫിൽ ചെയ്യണ്ടേ? അവൻ്റെ വാക്കുകൾ വിശ്വസിക്കാനാവാതെ അവൾ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. എന്തൊക്കെയാ കാണിക്കുന്നത്? ആദ്യം ഫോൺ വാങ്ങി തന്നു, ഇപ്പോൾ ഇതാ സ്വന്തമായിട്ടൊരു 100 രൂപ പോലും തികച്ചില്ലാത്ത എനിക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പോകുന്നു. മതി, വാ, തിരിച്ചു പോകാം. നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനാണെങ്കിൽ നീ ഇത് ഫില്ല് ചെയ്യും. ആ പഴയ ഗൗരവം അവൻ്റെ മുഖത്ത് കണ്ടതും മറ്റു നിർവാഹമില്ലാതെ അവൾ ആ ഫോം വാങ്ങി ഫില്ല് ചെയ്തു. ഇതെനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ വീടും അമ്പലവും വീട്ടുകാരും ലോകവും ഇല്ലാതിരുന്ന നീ ഇനി അങ്ങനെ ജീവിച്ചാൽ പോരാ. നിനക്ക് സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി വേണ്ടേ? ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്ന ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടേ? അതിൻ്റെ ഒരു തുടക്കം മാത്രമാണിത്. തൻ്റെ കയ്യിൽ നിന്നും ഫോം വാങ്ങി പോകുന്നവനെ അവൾ നോക്കി. താൻ ഇതൊക്കെ അർഹിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ അവളിലുണ്ടായി. സർ, എത്രയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? 20,000. വീണ്ടും ഇച്ചായൻ തന്നെ തോൽപ്പിക്കുകയായിരുന്നെന്ന് അവൾക്ക് തോന്നി. അവനോട് ഇതൊന്നും തനിക്ക് വേണ്ട എന്ന് പറയാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷേ ആ ഗൗരവം നിറഞ്ഞ മുഖം അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചിരുന്നു. മുഖം കുനിച്ച് നിൽക്കുന്നവളെ കണ്ടതും അവൻ ആ താടിത്തുമ്പ് പിടിച്ചുയർത്തി അവളുടെ നിറഞ്ഞ കണ്ണുകൾ കാണി അവൻ്റെ നെഞ്ചൊന്ന് പിടച്ചു. എന്താ അമ്മു, തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഈ കണ്ണ് നിറച്ച പിന്നെ ഒരാവശ്യത്തിന് കരയാൻ കണ്ണുനീരുണ്ടാവില്ല. എന്തിനാ ഇച്ച എന്നോട് ഈ സഹതാപം കാണിക്കുന്നേ? അതിനു മാത്രം ഞാൻ ആരാ നിങ്ങളുടെ? സഹതാപമോ? ഇതൊക്കെ നിന്റെ കിച്ചേട്ടൻ എന്നെ ഏൽപ്പിച്ചതാ. എന്തിനാണെന്നറിയോ? നീ അവൻ്റെ ചിക്കുവിനെ പോലെ ജീവിക്കുന്നത് കാണാൻ വേണ്ടി. അവൻ്റെ അനിയത്തി ഞങ്ങൾക്ക് എങ്ങനെയാടി അന്യയാകുന്നത്? അങ്ങനെ ഓർത്താൽ മതി നീ. കിച്ചനോ? അതെ, ഫുൾ ക്രെഡിറ്റ് അവന് കൊടുക്കണ്ട. അവൻ 10,000 മാത്രമേ തന്നുള്ളൂ. പിന്നെ എൻ്റെ പങ്കായിട്ട് ഞാനും ഇട്ടു. ഇപ്പോൾ നിന്റെ പേരിൽ 20,000 ഉണ്ട്. അത് നിന്റെ ആവശ്യത്തിന് ചിലവാക്കാനാണ്. അതിൽ കൂടുതൽ വേണമെങ്കിൽ ചോദിച്ചാൽ മതി, മടിക്കരുത്. നിർവികാരതയോടെ അവൾ തലയാട്ടി. ഇപ്പോൾ ഇച്ഛനും കിച്ചേട്ടനും പറയുന്നത് അനുസരിച്ചേ പറ്റൂ.
ഇനി എന്തായാലും പഠിപ്പ്, ഒരു ജോലി വാങ്ങണം. അല്ലെങ്കിൽ ജീവിതാവസാനം വരെ തനിക്ക് വേണ്ടി ഇവർ ഇങ്ങനെ ഓരോന്ന് ചെയ്യും. അവൾ ആ സമയം മനസ്സിലോർത്തു. രാത്രിയിൽ അത്താഴം കഴിഞ്ഞ് മുറിയിലേക്ക് കയറിയതാണ് അമ്മു. കത്രീനാമ്മയുടെ മുറിയുടെ തൊട്ടടുത്ത മുറിയാണ് അവൾക്ക് നൽകിയത്. കിടക്കാനായി അവൾ ഷീറ്റ് വിരിച്ചതും വാതിലിൽ ആരോ മുട്ടി. അത് തുറന്നു നോക്കിയപ്പോൾ ജെറിയാണ്. നീ ഇത്ര നേരത്തെ കിടക്കാൻ പോകുവാണോ? പിന്നെ ഈ രാത്രിയിൽ ഇനി എന്ത് ചെയ്യാനാ? നീ മുകളിലേക്ക് ചെല്ല്, ഇച്ചായൻ അവിടെ ഉണ്ട്. ഞാൻ പോയി ടീനൂച്ചിയെ വിളിച്ചിട്ട് വരാം. ചേച്ചി എന്തിനിപ്പോൾ വിളിക്കുന്നേ? എടി, ഇതിവിടെ പതിവുള്ളതാ. ഒന്നുകിൽ ഇവിടുത്തെ ടെറസിൽ, അല്ലെങ്കിൽ അപ്പുറത്തെ. എന്ത് കുന്തം? നീ അങ്ങോട്ട് ചെല്ലടി. അമ്മുവിനെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ട് വാതിൽ തുറന്ന് ജെറി ടീനയുടെ വീട്ടിലേക്ക് പോയി. ഒന്ന് സംശയിച്ച് നിന്നിട്ട് അമ്മു മുകളിലേക്ക് കയറി. ടെറസിലേക്കുള്ള വാതിൽ തുറന്ന് കിടക്കുന്നത് കണ്ട് അവൾ അങ്ങോട്ടേക്ക് ഇറങ്ങി. അവിടെ ഒരു കാല് കുത്തിവെച്ച് മറുകാൽ അതിന് മുകളിലേക്കാക്കി കൈ തലയ്ക്ക് പിന്നിലേക്ക് വെച്ച് ആകാശത്തേക്ക് നോക്കി കിടക്കുവാണ് ആൽബി. അമ്മു അവനടുത്തായി ഭിത്തിയിൽ ചാരിയിരുന്നു. എന്താ ഇവിടെ? ഏയ് ചുമ്മാ. നല്ല രസമല്ലേ ഈ സമയത്ത് ഇവിടെ നിന്ന് സംസാരിക്കാൻ? നിങ്ങളെല്ലാവരും എന്നും ഇവിടെ നിന്ന് സംസാരിക്കുമോ? എന്നുമില്ല, വല്ലപ്പോഴും. ചിലപ്പോൾ കിച്ചുവും കാണും. അവർ സംസാരിക്കുമ്പോൾ തന്നെ ജെറിയും ടീനുവും വന്നു. ടീന ആൽബിയെ മൈൻഡ് ചെയ്യാതെ അമ്മുവിൻ്റെ അടുത്തായിരുന്നു. ഇവൾക്കിത് എന്താ പറ്റിയേ? ഇച്ചായൻ തന്നെയേ കാരണം. ഇന്ന് എൻ്റെ ചേച്ചിയോട് എന്താ പറഞ്ഞത്? ഞാനെന്ത് പറഞ്ഞു ടീനു കൊച്ചേ? നീ എന്നോടൊന്നും പറയണ്ട. ചേച്ചി, ഞങ്ങൾ കറങ്ങാൻ പോയതൊന്നുമല്ല, കിച്ചേട്ടൻ പറഞ്ഞിട്ട് പോയതാ. എൻ്റെ അമ്മൂട്ടി, ഇതൊക്കെ ഇവൾക്ക് അറിയാവുന്ന കാര്യമാ. ഇവളുടെ ഈ പിണക്കമൊന്നും നീ കാര്യമാക്കണ്ട. ഇത് ഞങ്ങൾക്കിടയിൽ ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്നതാ, അല്ല ടീനുച്ചേ? അവളുടെ ഇരു കവിളിലും കുത്തിക്കൊണ്ട് അവൻ പറഞ്ഞതും ടീന അവൻ്റെ കൈ തട്ടി മാറ്റി. എന്നിട്ട് അമ്മുവിൻ്റെ കൈകൾക്കിടയിലൂടെ കൈയിട്ട് അവളുടെ തോളിലേക്ക് ചാരിയിരുന്നു. അമ്മു, നിന്റെ ജീവിതത്തെക്കുറിച്ച് കിച്ചു പറഞ്ഞ് ഞങ്ങൾക്കറിയൂ. നീ പറ, നിന്റെ അച്ഛനും അമ്മയെയും കുറിച്ച്. ഒരു 5 വയസ്സുകാരിയുടെ ഓർമ്മകളിൽ അങ്ങനെ അധികം ഒന്നുമില്ല ചേച്ചി. എങ്കിലും അച്ഛനും അമ്മയും ഒത്തുള്ള ആ ജീവിതം, അതാണ് ഏതൊരാളുടെയും ജീവിതത്തിലെ സുവർണകാലം. എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ നല്ല സ്നേഹമായിരുന്നു. രണ്ടുപേരും ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കില്ല. അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കാനും രണ്ടുപേരും തമ്മിൽ മത്സരമായിരുന്നു. അന്ന് കാവിലെ ഉത്സവത്തിന് എനിക്കുള്ള ഡ്രസ്സ് വാങ്ങാൻ പോയതാ. ദേവും ഹർഷേട്ടനുമൊക്കെ വീട്ടിൽ വന്നതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ പോയില്ല. പക്ഷേ പോകാതിരുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും തെറ്റായ തീരുമാനമായിരുന്നു. അല്ലായിരുന്നുവെങ്കിൽ അവരുടെ കൂടെ ഞാനും. എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ആകേണ്ടി വരില്ലായിരുന്നു. പൊട്ടിക്കരയുന്ന അമ്മുവിനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അവർക്കറിയില്ലായിരുന്നു. ആൽബി ടീനയെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി. ഇങ്ങനെയൊക്കെ ആകുമെന്ന് അറിഞ്ഞില്ലല്ലോ അവൾ അമ്മുവിനെ കൊണ്ട് അവളുടെ കഥ പറയിപ്പിച്ചത്. അമ്മൂട്ടി, പിന്നെ ഒരു സംഭവം അറിയുമോ? അന്ന് ആക്സിഡൻറ്റിൽ മരിക്കുമ്പോൾ എൻ്റെ അമ്മ 3 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. എനിക്കൊരു അനിയൻ വാവ വരുന്നെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ തന്നെ അവന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ അമ്മൂസ് അതോർത്ത് വിഷമിക്കേണ്ട. അന്ന് ജനിക്കാതെ പോയ ആ അനിയൻ ഞാനാണെന്ന് അങ്ങ് സങ്കല്പിക്ക്. അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് ജെറി പറയുന്നത് കേട്ട് ആൽബി അവൻ്റെ തലയിലൊന്ന് കൊട്ടി. നീ എങ്ങനെയാടാ ഇവളുടെ അനിയനാകുന്നത്? അതെന്താ, പ്രായം വെച്ചല്ല ബന്ധം അളക്കേണ്ടത്. ഇന്നു മുതൽ അമ്മു എൻ്റെ പെങ്ങളാണ്. ഇനി എൻ്റെ പെങ്ങൾ കരയാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ്റെ ആ വാക്കുകൾ മതിയായിരുന്നു അമ്മുവിൽ ചിരി നിറയാൻ. ഹാവ്, ചിരിച്ചല്ലോ. ഇനി പറ അമ്മു, ആരെയും പ്രണയിച്ചിട്ടില്ലേ? ഓ, ഈ ടീനൂച്ചിക്ക് വേറൊന്ന് ചോദിക്കാൻ കിട്ടിയില്ലേ? നിനക്ക് പ്രേമം അലർജിയാണെന്നും പറഞ്ഞ് നീ പറ അമ്മു. പ്രേമിക്കാനുള്ള സാഹചര്യമല്ലായിരുന്നല്ലോ ചേച്ചി എനിക്ക്. സ്കൂളിൽ പോകുമ്പോഴാണ് ശരിക്കും ഒന്ന് ശ്വാസം വിടുന്നത് തന്നെ. അത്രയും നേരം അമ്മായിയുടെ കുത്തുവാക്ക് കേൾക്കണ്ടല്ലോ. എന്നാലും ഒരിക്കലെങ്കിലും ഒരാളോട് പോലും തോന്നിയിട്ടില്ല? ഒരു നിമിഷം അമ്മു ഒന്ന് ആലോചിച്ചു. മെല്ലെ അവളുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. അങ്ങനെ ചോദിച്ചാൽ പ്രേമം എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ 6ൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്തുള്ള ക്ലബിൽ എന്തോ പരിപാടി നടക്കുന്നുണ്ടെന്നും കളക്ടറാണ് ചീഫ് ഗസ്റ്റ് എന്നും അറിഞ്ഞ് അമ്മാവൻ എന്നെയും ദേവുവിനെയും കൊണ്ടുപോയി. IAS ആണല്ലോ എൻ്റെ സ്വപ്നം. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഏതോ സ്പോർട്സ് മീറ്റിൻ്റെ സമ്മാനം കൊടുക്കുവാണെന്ന്. തിരിച്ചു പോകാനായി എഴുന്നേറ്റപ്പോഴാണ് ഞാൻ ആ പാട്ട് കേട്ടത്. എന്താണെന്നറിയില്ല, പാട്ടിനോടൊപ്പം തന്നെ പാടിയ ആളും എൻ്റെ മനസ്സിൽ പതിഞ്ഞു, അത്രത്തോളം ആഴത്തിൽ. എന്നിട്ട് ടീനയുടെ ആകാംക്ഷയോടെയുള്ള ചോദ്യം കേട്ട് അമ്മു ഒന്ന് ചിരിച്ചു. എന്നിട്ടെന്താ, ഞാൻ തിരിച്ചു വീട്ടിൽ വന്നു. ആരാ എന്താ എന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ആ കുഞ്ഞു ഇഷ്ടം മനസ്സിൽ തന്നെ ഒതുങ്ങി. കുറേ നാൾ ആ പാട്ടിൻ്റെ പിറകെ ആയിരുന്നു ഞാൻ.
ജെറി, നീ എൻ്റെ ഗിറ്റാർ എടുത്തുകൊണ്ട് വാ. ഇച്ചൻ പാടുമോ? കൊള്ളാം, പാടുമോന്നോ? പക്ഷെ പാടാന് അവന് തോന്നണമെന്ന് മാത്രം. ഇപ്പൊ നീ പാട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞത് കൊണ്ടാവും അവന് പാടാനുള്ളൊരു മൂഡ് വന്നേ. അതിന് ആൽബി ചിരിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും ജെറി ഗിറ്റാർ കൊണ്ടുവന്നു. അത് വാങ്ങി സ്ട്രിങ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആൽബി അത് പൊസിഷനിൽ വെച്ചു. അവന്റെ പാട്ട് കേൾക്കാനായി അമ്മുവും തയ്യാറായിരുന്നു. അത്ഭുതമാണോ, ഞെട്ടലാണോ, സന്തോഷമാണോ എന്നൊന്നും വേർതിരിച്ചറിയാനാവാത്ത ഭാവത്തിലായിരുന്നു അമ്മു ഇരുന്നത്. അപ്പോഴും ആൽബിയുടെ മുഖത്ത് ആ ചിരി ഉണ്ടായിരുന്നു. പഴയ 17 വയസ്സുകാരൻ്റെ അതേ ചിരി.